പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു IEEE 802.15.4ൻ്റെ ഫിസിക്കൽ ലെയറിൻ്റെ മാക് ലെയറിൻ്റെ ഫീച്ചേഴ്സുകൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനിയും ഇതിൻ്റെ രണ്ട് എക്സ്റ്റൻഷൻസ് ഉണ്ട്. ഈ IEEE 802.15.4ൻ്റെ രണ്ട് എക്സ്റ്റൻഷൻസ് ഉണ്ട്. .4Gയും .4Eയും. എന്തൊക്കെയാണ് .4Gയും .4Eയും? അത് മെയിൻലി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണെന്നറിയോ, നമ്മുടെ എക്സ്റ്റൻഷൻ ഒരു റെമഡി പോലാണ് ഈ ഒരു സാധനം വരുന്നത്. അതായത് ഓൾറെഡി ഉള്ള മറ്റേ ഇതിൻ്റെ ഡ്രോബാക്സുകളെയൊക്കെ കൂടെ, ഫിസിക്കൽ ലെയറിലും കുറച്ച് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു, മാക് ലെയറിലും ഉണ്ടായിരുന്നു. അതിനെ എല്ലാത്തിനും കൂടെ ടാക്കിൾ ചെയ്തുകൊണ്ടുള്ള ഒരു റെമഡിയാണ് പറയുന്നത്. അതിൽ 802.15.4E എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ലെയറിലെ ഫീച്ചേഴ്സാണ് ഇതാക്കി കാണിക്കുന്നത്. ഓക്കെ, അതെന്താണ്? ഓവർകം ദ ലിമിറ്റേഷൻസ് ഓഫ് ഫിസിക്കൽ ലെയർ. എന്തൊക്കെയായിരുന്നു? മാക് റിലയബിലിറ്റി, അൺബൗണ്ടഡ് ലേറ്റൻസി ആൻഡ് മൾട്ടിപാത്ത് ഫേഡിങ്. അതാണ് എന്ത് ചെയ്യുന്നത്? IEEE 802.15.4E എടുക്കുന്നത്. കണ്ടോ, അത് നമ്മൾ TCH യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ടൈം സ്ലോട്ടഡ് ചാനൽ ഹൂപ്പിങ്. അത് വെച്ചിട്ടാണ് നമ്മൾ അതിനകത്തിൽ ആ ഒരു പ്രോസസ്സിനെ എടുത്ത് കളയുന്നത്. അതിനകത്ത് നമ്മൾ ചാനലിനെ പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ കൊളിഷൻസും ഡിലേ ഒക്കെ എന്ത് ചെയ്യും? അവോയ്ഡ് ചെയ്യും. കണ്ടോ, അത് കാരണം എൻഹാൻസ്ഡ് ബീക്കോൺസ്, അക്നോളജ്മെൻറ്റ്, ബീക്കോൺ റിക്വസ്റ്റ്. ഇത് ഫിസിക്കൽ ലെയറിലെ അല്ല കേട്ടോ. 4E എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക് ലെയറിലെ ഫീച്ചേഴ്സാണ് കളയുന്നത്. മൊത്തത്തിലുള്ള നമ്മുടെ മാക്കിൻ്റെ പ്രശ്നം, നമ്മുടെ IEEE 802.15.4ൻ്റെ ഫീച്ചേഴ്സും ഇതാക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്താണ് ചെയ്യുന്നത്? മാക് ലെയറിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് 4E എന്ന് പറയുന്നത്. അത് ബീക്കോൺസ്, അതിനകത്തിലെ ഡേറ്റ ഫ്രെയിംസ് ഉണ്ടല്ലോ, അതിനെ എല്ലാത്തിനും എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻഹാൻസ്ഡ് ബീക്കോൺസ്, എൻഹാൻസ്ഡ് അക്നോളജ്മെൻറ്റ് ആൻഡ് എൻഹാൻസ്ഡ് ബീക്കോൺ റിക്വസ്റ്റ്. ഇനി 4G എന്ന് വെച്ച് കഴിഞ്ഞാലാണ് എന്ത്? ഫിസിക്കൽ ലെയറിൻ്റെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യുന്നത്. ഫ്രാഗ്മെൻറ്റേഷൻ മെയിൻ പ്രശ്നമായിരുന്നു. ഫ്രാഗ്മെൻറ്റേഷൻ എന്തുകൊണ്ട്? നമ്മുടെ ഫിസിക്കൽ ലെയറിലെ PSDU യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 127 ബൈറ്റ്സ് മാത്രമേ ഉള്ളായിരുന്നു. നമ്മൾ അതിനെ എന്തിലോട്ട് ഇൻക്രീസ് ചെയ്തു? 127 ബൈറ്റ്സിൽ നിന്ന് 2047 ബൈറ്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇൻക്രിമെൻറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? IPv6 ഇൻ്റഗ്രേഷൻ ഈസിയർ ആക്കാനായിട്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? IPv6 ഇൻ്റഗ്രേഷൻ ഈസിയർ ആക്കാനായിട്ട്. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ഫ്രാഗ്മെൻറ്റേഷനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഡേറ്റാസിൻ്റെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റി. പിന്നെ ഇതിനകത്തിൽ വരുന്ന 3-4 സ്പെക്സ് ഉണ്ട്, അല്ലെങ്കിൽ 3-4 മെത്തേഡ്സ് ഉണ്ട്. MRFSK, മൾട്ടി റേറ്റ് മൾട്ടി റീജിയണൽ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്, മൾട്ടി റേറ്റ് ആൻഡ് മൾട്ടി റീജിയണൽ ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്, MROQPSK, മൾട്ടി റേറ്റ് ആൻഡ് മൾട്ടി റീജിയണൽ ഓഫ്സെറ്റ് ക്വാഡ്രേച്ചർ ഷിഫ്റ്റ് കീയിങ്. അത് അതിൻ്റെ പേരുകളും ഫുൾ ഫോമുകളും മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കാം. ഇത് ഇത്രയും നമ്മൾ പറഞ്ഞ് എന്തിനെ പറ്റിയാണ്? IEEE 802.15.4നെ പറ്റിയാണ്. ഇനി ഇതേപോലെ തന്നെ സെയിം സാധനങ്ങൾ നമ്മൾ എന്തിൻ്റേതും പഠിക്കാനുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിഗ്ബിയുടെയാണ്. സിഗ്ബിയുടെ ഇതുപോലെ ആർക്കിടെക്ചർ ഉണ്ട്. കണ്ടോ, ഫിസിക്കൽ ലെയറിനെ പറ്റി, മാക് ലെയറിനെ എല്ലാം പറ്റി നമ്മൾ അതിനകത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട് ഓരോ ഡിഫറെൻറ്റ് ലെയേഴ്സിനെ പറ്റി. അത് കഴിഞ്ഞിട്ട് ലോറാവാനാണ്. ലോറാവാനിൻ്റെ അതുപോലെ തന്നെ നമുക്ക് പറയാനുണ്ട്. പിന്നെ ഇതിൻ്റെ 3 കാര്യങ്ങളാണ് നമ്മൾ ഫിസിക്കൽ ലെയറിനെ മാക് ലെയറിനെയും പറ്റി പറയുന്നത്. അപ്പം അത് രണ്ടുകൂടെ പറഞ്ഞു പോകാം. നമ്മൾ ഇതിൽ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തു, IEEE 802.15.4. രണ്ടാമത്തേനെ പറ്റി നമ്മൾ പറയാൻ പോവാണ് സിഗ്ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അതൊരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡാണ്. നമ്മുടെ ഇതും ലോ ഡേറ്റ റേറ്റിനകത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഷോർട്ട് ടു മീഡിയം റേഞ്ചാണ് വയർലെസ് നെറ്റ്വർക്കിംഗ് വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ ലോ പവർ ഡിവൈസസിൽ ബാറ്ററി ഓപ്പറേറ്റ്, നമ്മുടെ സിമിലർ ടു IEEE 802.15.4 തന്നെ, സെയിം തന്നെ അല്ലേ ഏകദേശം ഫീച്ചേഴ്സൊക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കവേഴ്സ് മോർ ഡിസ്റ്റൻസ് ആൻഡ് ദ ബ്ലൂടൂത്തിനെക്കാട്ടിലും മോർ ഡിസ്റ്റൻസ് ഇത് കവർ ചെയ്യും. ബ്ലൂടൂത്ത് 10 മീറ്ററിൽ താഴെയാണെന്നുണ്ടെങ്കിൽ സിഗ്ബി നമുക്ക് 10 to 100 കിലോമീറ്റർ വരെ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അത് എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യാത്തതെന്നറിയോ? ലോ സ്പീഡ് കാരണം. അതിൻ്റെ സ്പീഡ് ഒരുപാട് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ സിഗ്ബി അധികം യൂസ് ചെയ്യാത്തത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊമേർഷ്യൽ ഓട്ടോമേഷനും റീറ്റെയിലിനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ആർക്കിടെക്ചറാണ്. ആർക്കിടെക്ചർ ഓഫ് സിഗ്ബി മാത്രം 3 മാർക്കിന് ചോദിക്കാനും സാധ്യതയുണ്ട്. കണ്ടോ, സിഗ്ബി സ്റ്റാക്ക് ആർക്കിടെക്ചർ 3 മാർക്സിന്. അല്ലാതെ അതിൻ്റെ ഓരോ ലെയറിൻ്റെ ഫീച്ചേഴ്സ് essay ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതിനെ ശരിക്കും ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 2 ലെയറായിട്ടാണ്. മാക് ലെയർ അല്ലെങ്കിൽ
ഫൗണ്ടേഷൻ ലെയറും ആപ്ലിക്കേഷൻ ആൻഡ് ഇൻ്റർഫേസ് സെക്ഷനും കണ്ടോ. ഈ മാക് ലെയർ ആൻഡ് ഫിസിക്കൽ ലെയർ ആണ് ഫൗണ്ടേഷൻ ലെയർ. മണ്ടക്കത്തെ ആപ്ലിക്കേഷൻ ലെയർ ആൻഡ് നെറ്റ്വർക്ക് ലെയർ ആണ് എന്ത്, ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് ലെയർ. ഇത് നമ്മുടെ ഫിസിക്കൽ ലെയർ ഉണ്ട്, മാക് ലെയർ ഉണ്ട്, നെറ്റ്വർക്ക് അല്ലെങ്കിൽ സെക്യൂരിറ്റി ലെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സപ്പോർട്ട് ഉണ്ട്, ആപ്ലിക്കേഷൻ പ്രൊഫൈൽസ് ഉണ്ട്. ഇതാണ് 5 ലെയേഴ്സ് വരുന്നത്. അതിലെ ഓരോന്നിനെ പറ്റിയും പറയാം. ഫസ്റ്റ് ഫൗണ്ടേഷൻ ലെയറിനകത്തിൽ ആരൊക്കെയായിരുന്നു വരുന്നത്, മാക് ലെയർ ആൻഡ് ഫിസിക്കൽ ലെയർ. അപ്പോൾ ഫൗണ്ടേഷൻ ലെയറിലെ ഫിസിക്കൽ ലെയർ എന്തിനെ ആയിരിക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡേറ്റ ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ. ഫിസിക്കൽ ലെയർ എന്തിനാണ് ഇതായിട്ടുള്ളത്, ഡേറ്റ ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷന് വേണ്ടിയിട്ടാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, ആക്ടിവേഷൻ ആൻഡ് ഡീആക്ടിവേഷൻ, ട്രാൻസ്മിഷനെ ആക്ടിവേറ്റ് ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനും ഉള്ള കാര്യങ്ങൾ ആര് നോക്കും, ഇതുപോലെ ഫിസിക്കൽ ലെയർ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ചാനൽ സെലക്ഷൻ ആൻഡ് അസൈൻമെൻറ്റ്. നെക്സ്റ്റ് ചാനലിനെ വേണ്ടുന്ന രീതിയിൽ സെലക്ട് ചെയ്യുകയും അതേപോലെ തന്നെ അസൈൻ ചെയ്യുകയും ആര് ചെയ്യും, ഇതിനകത്തിൽ നമ്മുടെ ഈ ഒരു ലെയർ ചെയ്യും. പിന്നെ സെൻഡിങ് പാക്കറ്റ്സ്, എനർജി ഡിറ്റക്ഷൻ വിത്തിൻ ദ സിസ്റ്റം. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ആക്ടിവേഷൻ ആൻഡ് ഡീആക്ടിവേഷൻ ഓഫ് ട്രാൻസ്മിഷൻ ആൻഡ് റിസീവർ, ചാനൽ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യണം, പിന്നെ സെൻഡിങ് ആൻഡ് റിസീവിങ് ഓഫ് പാക്കറ്റ്സ്, എനർജി ഡിറ്റക്ഷൻ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ടോപ്പ് ഡൗൺ മെത്തഡോളജിയാണ്. ചാനൽ യൂസ്ഡ് ആണോ ഫ്രീ ആണോ എന്നുള്ള കാര്യമാണ് ഇത് മെയിൻലി ചെക്ക് ചെയ്യുന്നത്. ഫിസിക്കൽ ലെയർ എന്താണ് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്, ചാനൽ യൂസ്ഡ് ആണോ ഫ്രീ ആണോ എന്നുള്ളത്. നെക്സ്റ്റ് വരുന്നത് മാക് ലെയർ ആണ്. നമ്മുടെ ഫിസിക്കൽ ലെയറിൻ്റെ നെറ്റ്വർക്ക് ലെയറിൻ്റെ ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്, നമ്മുടെ മാക് ലെയർ ആക്ട് ചെയ്യുന്നത്. മെയിൻലി 2 ഫങ്ഷൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഡേറ്റ ഹാൻഡ്ലിംഗ് ആൻഡ് ഡേറ്റ മാനേജ്മെൻറ്റ്. പിന്നെ അത് ഡേറ്റ ഫ്രെയിം ഫോർമാറ്റിംഗ് ചെയ്യും, റൂട്ടിംഗ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യും, ഡേറ്റ ഹാൻഡ്ലിംഗ് ചെയ്യും, പിന്നെ അക്നോളജ്മെൻറ്റ് ചെക്ക് ചെയ്യും, പാക്കറ്റ് ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യും, പിന്നെ നമ്മുടെ അപ്പർ ലെയറിലോട്ടുള്ള ട്രാൻസ്മിഷൻസും എല്ലാം ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ മാക് ലെയർ മെയിനായിട്ട് ചെയ്യുന്നത്. ഇനിയും വരുന്നത് ആപ്ലിക്കേഷൻ ആൻഡ് ഇൻ്റർഫേസ് ലെയർ. അതിനകത്തിൽ എന്തൊക്കെയുണ്ട്, നെറ്റ്വർക്ക് ലെയറും വരും, ആപ്ലിക്കേഷൻ ലെയറും വരും. ആ മണ്ടയ്ക്കത്തെ ആപ്ലിക്കേഷൻ ലെയർ തന്നെ ആയിരുന്നു നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊഫൈൽസ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നത്. ആപ്ലിക്കേഷൻ സപ്പോർട്ടും നമ്മുടെ ആപ്ലിക്കേഷൻ ലെയർ തന്നെയാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ആൻഡ് ഇൻ്റർഫേസ് ലെയറിൽ എന്താ നടക്കുന്നത്, നെറ്റ്വർക്ക് ലെയർ മെയിൻലി റൂട്ടിംഗ് ആണ് നടക്കുന്നത്. നെറ്റ്വർക്കിനെ ഇനിഷ്യേറ്റ് ചെയ്യും, അഡ്രസ് അസൈൻ ചെയ്യും, കോൺഫിഗർ ചെയ്യും, സെക്യൂർ ഡേറ്റ ട്രാൻസ്മിഷൻ നടത്തും. മാക് ലെയറിൻ്റെയും ആപ്ലിക്കേഷൻ ലെയറിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യും. സ്റ്റോപ്പോളജീസ് എല്ലാം ഉള്ളത് എവിടെയാണ്, നെറ്റ്വർക്ക് ലെയറിലാണ്. ഇനി ആപ്ലിക്കേഷൻ ലെയർ നമ്മുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ആണ്. പിന്നെ നമുക്ക് നോൺ നെസസറി ഡേറ്റ കാര്യങ്ങളെയൊക്കെ, അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനൊക്കെ എവിടെ പറ്റും, ആപ്ലിക്കേഷൻ ലെയറിൽ പറ്റും. പിന്നെ യൂസർ ഇൻ്റർഫേസ്, മെയിൻലി യൂസർ ഇൻ്റർഫേസ് ഉള്ള ഒരു ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പ്രോട്ടോകോൾസും ഉണ്ട് ഇവിടെ, പിന്നെ സ്പെസിഫിക് APIs, ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസുകളും ഉണ്ട്. ഇതിനകത്തിൽ ഇത് നമ്മളിപ്പോൾ എന്തിൻ്റെ കാര്യമാണ് പറഞ്ഞാൽ, സിഗ്ബിയുടെ കാര്യം. സിഗ്ബിയാണ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ സ്റ്റാക്ക് ഫൗണ്ടേഷൻ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ ആയിട്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തിനെ പറ്റിയാണെന്നറിയോ, നമ്മളിപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഡയഗ്രാം കൂടെ ഉണ്ട്, അതുകൂടെ നോക്കാം. ആപ്ലിക്കേഷൻ ലെയർ ഉണ്ട്, നെറ്റ്വർക്ക് ലെയർ ഉണ്ട്, മാക് ലെയർ ഉണ്ട്, ഫിസിക്കൽ ലെയർ ഉണ്ട്. എന്തൊക്കെയാണ് ഉള്ളത് ആപ്ലിക്കേഷൻ ലെയറിൽ, ആപ്ലിക്കേഷൻ്റെ ഫ്രെയിം വർക്ക്, സിഗ്ബിയുടെ ഒബ്ജക്ട്സ്, ആപ്ലിക്കേഷൻ സപ്പോർട്ട്. നെറ്റ്വർക്ക് ലെയറിനകത്ത് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്, മെസ്സേജ് മാനേജ്മെൻറ്റ്, ബ്രോക്കറുണ്ട്, റൂട്ടിങ് നടത്തണം, നെറ്റ്വർക്കിനെ മാനേജ് ചെയ്യണം. മാക് ലെയറിൽ 2 സെക്ഷനാണുള്ളത്, ബീക്കോൺ ഇനേബിൾഡ് മോഡ് സ്ലോട്ടഡ് CSMA, നോൺ ബീക്കോൺ ഇനേബിൾഡ് മോഡ് അൺസ്ലോട്ടഡ് CSMA. പിന്നെ വരുന്നത് ഫിസിക്കൽ ലെയറിൽ നമ്മൾ മറ്റേ IEEE 802 പഠിച്ച സെയിം ഫിസിക്കൽ ലെയറിൽ 3 ഇതുണ്ടായിരുന്നല്ലോ, 3 മെത്തഡോളജീസ്. ആ സെയിം സാധനം തന്നെയാണ് നമ്മളിവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഡയഗ്രത്തിനകത്തിൽ. ഇനി വരുന്നതാണ് LoRaWAN. നമ്മൾ എന്തൊക്കെ പഠിച്ചു, IEEE 802.15.4 പഠിച്ചു, സിഗ്ബി പഠിച്ചു. ഇനി അടുത്തതാണ് LoRaWAN. LoRaWANൻ്റെ എന്തൊക്കെ നമുക്ക് നോക്കാനുണ്ട്, ഫിസിക്കൽ ലെയറിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട്, മാക് ലെയറിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇതുവരെ നമ്മൾ നോക്കിയതെല്ലാം എന്തായിരുന്നു, ഷോർട്ട് റേഞ്ച് ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ വന്നുകൊണ്ടിരുന്നത്. ഇതെന്താ, ലോങ് റേഞ്ച് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് LoRaWAN എന്ന് പറയുന്നത്. 9 മൈൽസ് വരെ വരും. ലോ പവർ കൺസപ്ഷൻ ആയിരിക്കും, ലോ ഡേറ്റ റേറ്റ് ആയിരിക്കും. ഇതുവരെ നമ്മൾ നോക്കി 3ൻ്റെ സിമിലാരിറ്റി എന്താടാ, ലോ ഡേറ്റ റേറ്റും ലോ പവർ കൺസപ്ഷനും ആയിരിക്കും ഉള്ളത്. പിന്നെ LoRaWANൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-way കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. 4 ലെയർഡ് ആർക്കിടെക്ചർ മറ്റേ സെയിം തന്നെ, ആപ്ലിക്കേഷൻ ലെയർ, നെറ്റ്വർക്ക് ലെയർ, മാക്
മാക് ലെയർ, ഫിസിക്കൽ ലെയർ. ഇത് നമ്മുടെ ഫിസിക്കൽ ലെയറിലെ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ കുറേ ബാൻഡ്സുകളുണ്ടല്ലോ, മറ്റേ 868, 915, മറ്റേ രണ്ടിടത്ത് പഠിച്ച അത് തന്നെ. അതാണ് ഫിസിക്കൽ ലെയറിൻ്റെ അണ്ടറിൽ വന്നേക്കുന്നത്. പിന്നെ മാക് ലെയറിന് ആപ്ലിക്കേഷൻ, നമ്മൾ മറ്റേ ആപ്ലിക്കേഷൻ ലെയറിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. COAP, MQTT. ആപ്ലിക്കേഷൻ ലെയറിൻ്റെയും ഇതിൻ്റേതും ഫിസിക്കൽ ലെയറിൻ്റെയും നമ്മൾ പ്രോട്ടോകോൾസ് ആണ് ഈ രണ്ട് ലെയറുകളിൽ രണ്ട് ലെയറിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൽ ഓരോന്ന് നോക്കാം. ഫിസിക്കൽ ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ചെറുപ്പ് സ്പ്രെഡ് സ്പെക്ട്രം വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എന്ത് വെച്ചിട്ടാണ്? ചെറുപ്പ് സ്പ്രെഡ് സ്പെക്ട്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസ്ഡ് ഹൈ ഇൻറ്റൻസിറ്റി റഡാർ പൾസ്. എന്ത് വെച്ചിട്ടാണ് നമ്മുടെ ലോറ വർക്ക് ചെയ്യുന്നത്? ചെറുപ്പ് സ്പ്രെഡ് സ്പെക്ട്രം, കംപ്രസ്ഡ് ഹൈ ഇൻറ്റൻസിറ്റി റഡാറും. ലോ ഡേറ്റ റേറ്റ് ആയിരിക്കും. നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഡിസ്റ്റൻസ് ഇത് കാരണം കൂട്ടാനായിട്ട് പറ്റും. എന്തൊക്കെയാണ്? ലോ ഡേറ്റ റേറ്റ് വെച്ച് നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഡിസ്റ്റൻസ് കൂട്ടാനായിട്ട് പറ്റും. അതിൻ്റെ ഡയഗ്രം നോക്കിയേ. കുറേ നോട്ട്സ് ഉണ്ട്, ഗേറ്റ് വേസ് ഉണ്ട്, നെറ്റ്വർക്ക് ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്. നോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഡിവൈസസ്, സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ് ഒക്കെ വരുന്നത് അത് ഗേറ്റ് വേസിലോട്ട് കൊടുക്കും. ഗേറ്റ് വേസ് എന്തുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? മറ്റേ ലോക്കൽ പ്രോട്ടോകോൾസിനെ മെയിൻ പ്രോട്ടോകോൾസായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. ആ പ്രോസസ്സായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ നെറ്റ്വർക്ക്, സെർവർ, റൂട്ടിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ ലാസ്റ്റിൽ ആപ്ലിക്കേഷൻ ലെയറിൽ. ഓക്കെ, അത്രയാണ് അതിനകത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് വരുന്നത്? എൻ്റെ ഡിവൈസസ്. പിന്നെ വരുന്നത് ലോറ ഗേറ്റ് വേസിനെ പറ്റി പറഞ്ഞേക്കുക. ലോറ ഗേറ്റ് വേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെൻറ്റർ ഹബ്ബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ ട്രാൻസ്മിറ്ററും റിസീവറും എല്ലാം അതിനകത്തിൽ വരും. നമ്മുടെ ഒരു ട്രാൻസ്പെറൻറ്റ് ബ്രിഡ്ജായിട്ടൊക്കെ ഈ ഒരു സാധനം ആക്ട് ചെയ്യും. പിന്നെ വയർലെസ് കണക്ഷൻസ് എല്ലാം പോസിബിൾ ആക്കും. പിന്നെ നമുക്ക് ലോ പവർ ലോസി നെറ്റ്വർക്കിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള ഒരു ബ്രിഡ്ജായിട്ട് ഈ ഒരു സാധനം എന്ത് ചെയ്യും? ആക്ട് ചെയ്യും ഗേറ്റ് വേസ്. ഓക്കെ, പിന്നെ വരുന്നത് മാക് ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോ പവർ ലോസി കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറഞ്ഞല്ലോ, അതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഇതിനകത്തിൽ കാണിക്കുന്നത്. ഇത് മെയിൻലി 3 ക്ലാസ്സസ് ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ക്ലാസ് എ, ക്ലാസ് ബി ആൻഡ് ക്ലാസ് സി. ഓക്കെ, ഏതൊക്കെയാണ്? ക്ലാസ് എ, ക്ലാസ് ബി ആൻഡ് ക്ലാസ് സി. ക്ലാസ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും സ്ലീപ്പ് മോഡിലായിരിക്കും ഉള്ളത്. ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കേണ്ടപ്പം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് ഓണായി അല്ലെങ്കിൽ സ്ലീപ്പ് മോഡിൽ നിന്ന് മാറി ഡേറ്റ ട്രാൻസ്മിഷൻ നടത്തത്തുള്ളൂ. ക്ലാസ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അത് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ സ്ലീപ്പ് ആവും. അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വരാനായിട്ട് എന്ത് ചെയ്യത്തില്ല, അത് വെയിറ്റ് ചെയ്യത്തില്ല. അതാണ് ക്ലാസ് എയുടെ പ്രത്യേകത. ക്ലാസ് ബി എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു സ്ലൈറ്റ് മോഡിഫിക്കേഷൻ ഉണ്ട്. അത് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു സ്പെസിഫിക് ടൈം, ഒരുപാട് വെയിറ്റ് ചെയ്യത്തില്ല, ഒരു സ്പെസിഫിക് ടൈം ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. അതാണ് നമ്മുടെ ക്ലാസ് ബി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അത് എന്തിലോട്ട് പോകുന്നത്? തിരിച്ച് സ്ലീപ്പ് മോഡിലോട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സാണ് ക്ലാസ് സി. ക്ലാസ് സി എന്ന് പറയുമ്പോഴെന്താണ്? നേരെ തിരിച്ച് നേരെ ഓപ്പോസിറ്റായിട്ട് വരും. അതിനകത്തുള്ള കാര്യങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അത് ഒരിക്കലും സ്ലീപ്പ് മോഡിലോട്ട് പോകത്തില്ല, എപ്പോഴും പവേർഡ് ആയിരിക്കും, ഇനേബിൾ ചെയ്ത് വെച്ചിരിക്കും. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് ക്ലാസ്സസ് പഠിച്ചത് എവിടെയായിരുന്നു? മൊഡ്യൂൾ 2 നമ്മൾ പഠിച്ചായിരുന്നു, മറ്റേ കൺസ്ട്രെയിൻഡ് ഡിവൈസസിനകത്തിൽ കണക്റ്റിംഗ് സ്മാർട്ട് ഒബ്ജക്ട്സ്. അതെന്തൊക്കെയായിരുന്നു? ക്ലാസ് 0, ക്ലാസ് 1, ക്ലാസ് 2. ക്ലാസ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മെമ്മറി ലെസ് ദാൻ 10 KB ആയിരുന്നു, ബാറ്ററി ഓപ്പറേറ്റഡ് ആയിരുന്നു, IP സ്റ്റാക്ഡ് ഒന്നും അല്ലായിരുന്നു. ക്ലാസ് 1 വന്നപ്പോഴത്തേന് മെമ്മറിക്ക് ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നു, 10 to 100 KB എങ്ങാണ്ടായി. അതും ബാറ്ററി ഓപ്പറേറ്റഡും IP സ്റ്റാക്ഡും ഒന്നും അല്ലായിരുന്നു. ലാസ്റ്റ് വന്നപ്പോഴത്തേക്കിന് നമുക്ക് വീണ്ടും ഡേറ്റയുടെ റേറ്റ് കൂട്ടാനായിട്ട് പറ്റി, 50 KB to 250 KB ആക്കി, മെമ്മറി ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് ആക്കി. പിന്നെ നമുക്ക് അത് ഫുള്ളി IP സ്റ്റാക്ഡും ആക്കി. അതെന്തുമായിരുന്നു? മൊഡ്യൂൾ 2 മൊഡ്യൂൾ 2 ആയിരുന്നു, അത് മൊഡ്യൂൾ 1 ആയിരുന്നു, മൊഡ്യൂൾ 2 ആയിരുന്നു തോന്നുന്നു. കണക്റ്റിംഗ് സ്മാർട്ട് ഒബ്ജക്ട്സിനകത്തിൽ നമ്മൾ മറ്റേ കൺസ്ട്രെയിൻഡ് ഡിവൈസസ് പറഞ്ഞത്. ഇതും അതുപോലെ ഈ ക്ലാസ്സും ആ ക്ലാസ്സോടെ മാറിപ്പോയല്ലേ. ഇതെന്താ? നമ്മുടെ ലോറയുടെ മാക് ലെയറിലെ ക്ലാസ്സസ് ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റാർ ടോപ്പോളജിയാണ് ലോറ വാൻ യൂസ് ചെയ്യുന്നത്. 2 ലെയർ സെക്യൂരിറ്റി ഉണ്ട്. ഫസ്റ്റ് ലെയറിൽ നെറ്റ്വർക്ക് സെക്യൂരിറ്റി, സെക്കൻഡ് ലെയർ ആപ്ലിക്കേഷൻ സെഷൻ കീയുമാണ് ആ സാധനം പ്രൊവൈഡ് ചെയ്യുന്നത്. 2 ലെയർ സെക്യൂരിറ്റി ഉണ്ടെന്ന് മാത്രം ഓർത്താൽ മതി. എന്തിന്? ലോറ വാനിന്. ഓക്കെ, അപ്പം നമുക്കിനി അതിനകത്തുള്ള നാരോ ബാൻഡ് IoT പഠിക്കാനുണ്ട്. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് നാരോ ബാൻഡ് IoT, പിന്നെ ഒരു റൂട്ടിംഗ് പ്രോട്ടോകോൾസിൻ്റെ കാര്യങ്ങളുണ്ട്, കൺസ്ട്രെയിൻഡ് നോട്ട്സ് ഒക്കെ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.